ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്നും വീണ്ടും കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് വന്നിട്ട് സെൻറ്റിമെൻ്റൽ റോസാണ്. സെൻറ്റിമെൻ്റൽ എന്ന് പറയുമ്പോൾ ഒരു വൈറ്റും ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വരുന്നൊരു കോമ്പിനേഷനിൽ വരുന്നൊരു റോസാണ്. ഇതാണ് സെൻറ്റിമെൻ്റൽ റോസ് എന്ന് പറയുന്നത്. ടൈഗർ റോസ് വെറൈറ്റിയുടെ ടൈഗർ റോസ് അല്ല, ഡബിൾ ഷെയ്ഡഡ് റോസാണ്. കോമൺ ആയിട്ട് നമ്മളിതിനെ ടൈഗർ റോസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ടൈഗർ റോസ് എന്ന് കോമൺ ആയിട്ട് പറയുന്നതാണ്. ഇതിൻ്റെ നെയിം വരുന്നത് സെൻറ്റിമെൻ്റൽ എന്നാണ് കേട്ടോ. ഒരു അടിപൊളിയാണ്, നല്ലൊരു ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ചോയ്സാണ്. പിന്നെ ഈ പൂക്കൾ എന്ന് പറയുമ്പോൾ ഒരുപാട് നാൾ നമുക്കങ്ങനെ നിൽക്കില്ല. ഈ ഒരു പാറ്റേണിൽ വരുന്ന പൂക്കളെല്ലാം ഒരു 2 ദിവസം അത്രയൊക്കെ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും പൊഴിഞ്ഞു പോകും. അങ്ങനെയാണ് വരുന്നത്. നമ്മുടെ പന്നി റോസിലെ അതേ ടൈപ്പാണ്. ഏകദേശം ഫ്ലവേഴ്സും പെറ്റൽസും എല്ലാം ആ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ നല്ല സ്മെല്ലും ആണ്. എന്നാൽ ആ ഒരു ഫ്ലവറിങ് പാറ്റേൺ തന്നെയാണ് ഒരു 2 ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ. ഇത് വന്നിട്ട് ലൈലാക്ക് റോസാണ്. ലൈലാക്ക് കഴിഞ്ഞ വട്ടം സെയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എൻക്വയറി നടത്തി. ഒരുപാട് പേർക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ലാത്തൊരു റോസാണ്. കാരണം റെയർ വെറൈറ്റിയാണ്. എപ്പോഴും നമുക്ക് ലോഡ് വരുന്ന സമയത്ത് ഒരു 5 റോസ് അല്ലെങ്കിൽ ഒരു 10 റോസ് ഇങ്ങനെയൊക്കെ വരാറുള്ളൂ. ഒരുപാട് അങ്ങനെ വരില്ല. ഒരുപാടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത്രയും പാടാണ്. നമ്മൾ പോയി സെലക്ട് ചെയ്തൊക്കെ എടുക്കുക. നമ്മൾ പറയുമ്പോൾ കിട്ടുന്ന വെറൈറ്റി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-20 പ്ലാന്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചിലതൊക്കെ നമുക്ക് കളേഴ്സൊക്കെ ചേഞ്ചായി കിട്ടാറുണ്ട്. ഈ ഒരു സെയിം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നിട്ടൊക്കെയുള്ള പ്ലാന്റ്സൊക്കെ കിട്ടാറുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈലാക്ക് പറയുമ്പോൾ പിങ്ക് ഷെയ്ഡുള്ള റോസസൊക്കെ കയറി വരാറുണ്ട്. അപ്പോൾ ഇത് ലൈലാക്കിൻ്റെയും ഒരു 2 തൈ എന്തോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാനിപ്പോൾ പുതിയ ലോഡും കാര്യങ്ങളൊന്നും അങ്ങനെ ഇറക്കുന്നില്ല. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് മന്ത് എൻ്റെ മാരേജ് ആയതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ സെയിൽ സ്റ്റോപ്പ് ചെയ്യാൻ ആയിട്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ചില പേഴ്സണൽ ഇഷ്യൂസ് കാരണം കൊറിയർ അയക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ പെൻഡിങ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 3rd റോസാണ്. ഇത് നല്ല ബഞ്ചസ് ആയിട്ട് പൂക്കുന്ന ഒരു ടൈപ്പാണ്. മിനിയേച്ചർ അല്ല, ഒരു സെമി ടൈപ്പാണ്. ഒരുപാട് വലിയ പൂക്കളും അല്ല, എന്നാൽ ഒരുപാട് തീരെ മിനിയേച്ചർ ടൈപ്പും അല്ലാത്ത ഒരു മീഡിയം സൈസ് പൂക്കളാണ്. ഇത് ബഞ്ചസ് ആയിട്ട് പൂക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ. ഒരു ബ്രാഞ്ചിൽ തന്നെ ഒരു 4-5 പൂക്കളൊക്കെ ഉണ്ടാവും. ഒരു പ്രത്യേക ഒരു ഷെയ്ഡാണ്, ഒരു യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സാണ്. അത് ഇതുപോലെ ആയിരിക്കും കേട്ടോ പൂക്കൾ ഉണ്ടാവുക. നിറയെ പെറ്റൽ കൗണ്ട് കൊണ്ട്. പിന്നെ ഇത് വന്നിട്ട് മാംഗോ യെല്ലോ ആണ്. ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ചുറ്റിനും വന്നിട്ടൊരു വൈറ്റ് പോലെ ഉണ്ടായിരുന്നു, ഒരു ഓഫ് വൈറ്റ് പോലെ വന്നിട്ടുണ്ട്. അടുത്ത് നടുക്കോട്ട് വരുമ്പോൾ നല്ല ഡാർക്ക് കളറാണ്. വിരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് അടിയിലുള്ള ലെയർ ഫുള്ളൊരു വൈറ്റ് ഷെയ്ഡിലോട്ടും പിന്നെ ഉള്ളതെല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിലോട്ടാണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതാവത്തില്ല. ഒരു ബുഷിയായിട്ട് നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം ഒരു ബുഷി ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നേരത്തെ കാണിച്ച ലൈലാക്കിൻ്റെ വേറൊരു ഫ്ലവറാണ്. പിന്നെ ഉടനെ തന്നെ ഒരു കോംബോ ഉണ്ടാവും. കാരണം കോംബോയ്ക്കകത്ത് ഇന്ന പ്ലാന്റ്സ് ആയിരിക്കും തരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കോംബോ ഇടണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം എനിക്കിപ്പോൾ ഇവിടെ കുറച്ചൊരു 50 പ്ലാന്റ്സ് പ്ലസ് ഇവിടെ വീട്ടിലിപ്പോൾ ഉണ്ട്. ബാക്കിയൊക്കെ ഞാൻ സോൾഡ് ആക്കിയെങ്കിലും കുറച്ച് പ്ലാന്റ്സ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഏകദേശം ഒരു 50-60 ഒരു 70 പ്ലാന്റ്സിനകത്ത് എന്തായാലും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഫ്ലവറിങ് ആവുന്നവരെ ഇനി വെയിറ്റ് ചെയ്ത് സെയിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഇനി ഒരു 1 വീക്ക് മാത്രമേ, ഒരു 10 ഡേയ്സ് 12 ഡേയ്സ് മാത്രമേ ഞാൻ വീട്ടിലുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് അത് സോൾഡ് ആക്കണം. അപ്പോൾ ഒരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കോംബോ മേടിക്കാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതും ടൈഗർ റോസിൻ്റെ ഒരു വെറൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ. ഇതും നമ്മൾ ബഞ്ചസ് ആയിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നേരത്തെ കാണിച്ച ഒരു ഫ്ലവറും ഇത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു ഡാർക്ക് റെഡും ഒരു വൈറ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. എന്നിട്ടതൊരു പിങ്ക് മജന്ത ഷെയ്ഡാണ്. അപ്പോൾ കോംബോയിൽ വേറൊന്നുമല്ല, ഒരു 3 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോവും ഇങ്ങനെ ആക്കണമെന്നുണ്ട്. 5 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോവും. അതിനകത്ത് ഇന്ന കളേഴ്സ് വരും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഫ്ലവറിങ് കഴിഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ അതെല്ലാം പ്രൂൺ ചെയ്തും ഇനി ഒന്നിന്ന് പ്രൂൺ ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 2 വീക്സ് എടുക്കും നല്ലപോലെ ഒന്ന് ബഡൊക്കെ ആയി വരാനായിട്ട്. അപ്പോൾ അത്രയും ടൈം എനിക്കില്ലാത്തതുകൊണ്ട് അതെല്ലാം സെയിൽ ആക്കണമല്ലോ. അപ്പോൾ കോംബോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്.
പിന്നെ ഇത് വന്നിട്ട് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെയും 1-2 തൈകളേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വരുന്ന റോസസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. നമ്മുടെ റെഡ് റോസ് ഉണ്ടാവാം, ഓറഞ്ച്, പിന്നെ കളർ ചേഞ്ചിങ് ഉണ്ടാവും, യെല്ലോ ഉണ്ടാവും, ബ്ലാക്ക് റോസ് ഉണ്ടാവും, റെഡ്, പല പല വെറൈറ്റീസ് ആയിട്ടുള്ള, ചിലപ്പോൾ ടൈഗർ റോസ് അതിൻ്റെ ഇടയിൽ ഉണ്ടാവാം, യെല്ലോ ഉണ്ടാവാം, പിന്നെന്താ ഓറഞ്ച്, ഇങ്ങനെ വരുന്ന ചിലപ്പോൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവാം. ഇങ്ങനെയായിരിക്കും ആ കോംബോ വരിക കേട്ടോ. കാരണം എനിക്കത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല ഇത്ര പ്ലാന്റ്സ് ആയിരിക്കും ഉള്ളത് എന്നുള്ളത്. കാരണം ലോഡ് വന്നു കഴിഞ്ഞാലും കുറച്ച് നാളൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ അതിനെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തും. അങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്തൊരു നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ അത് ഏകദേശമൊക്കെ ബഡ് വന്ന് ഒരു വീക്ക് കൂടെ ആകുമ്പോൾ അത് ഫ്ലവറിങ് ആവുന്ന ടൈം, അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഓരോ തവണയും സെയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അതിനുള്ളൊരു ടൈമില്ല, ഏകദേശം ഇനി ഒരു 1 വീക്ക് കൂടെ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ ഒരു പ്ലാൻസ് എല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി റെഡിയാക്കുക എന്നുള്ളത് ഇച്ചിരി പാടല്ലേ. അതുകൊണ്ടാണ് ഞാനൊരു കോംബോ ഇട്ടാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ കോംബോ ഇടണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളൊന്ന് ആർക്കെങ്കിലുമൊക്കെ മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു റോസ് എൻ്റെ പേഴ്സണൽ കളക്ഷനിലത്തേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴത് വലിയൊരു ഇപ്പോൾ ഐഡിയ അറിയാണ്ട് നിന്നതായിരുന്നു. ഫുള്ള് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, നിറയെ മൊട്ടും ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു മൊട്ടായിരുന്നു. അപ്പം ഞാൻ ഏതെങ്കിലും വെറൈറ്റി ആയിരിക്കണേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. വിരിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു റെഡാണ്. റെഡ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ഉണ്ട്. എന്നിരുന്നാലും ഇത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാതിരിക്കാനും തോന്നുന്നില്ല. കാരണം 7 ഫ്ലവർ എങ്ങാണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. നല്ല നിറച്ച ആ ഒരു സെൻറ്റർ പോർഷൻ കണ്ടോ, നല്ല രസമായിട്ട് നിൽക്കുന്നില്ലേ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എനിക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു. ഈ ഒരു റോസ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. എൻ്റെ ഐഡിയയും കാര്യങ്ങളൊന്നും അറിയില്ല. ഫ്ലോറിബണ്ട ടൈപ്പാണ്, റെഡ് ഫ്ലോറിബണ്ട ആണെന്ന് തോന്നുന്നു. റെഡ് റിച്ച് റെഡ് ആണെന്ന് തോന്നുന്നു. നല്ല രസമാണ് ഈ ഒരു പ്ലാന്റ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ചെറിയ തൈയായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഈ ഒരു വലിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ ആയപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. താങ്ക് യു.